വല്ലാതെ പേടിച്ചു അല്ലേ? ലാസ്റ്റ് ദിവസം മുങ്ങി താന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിലായതായി. ആ സമയത്ത് നല്ലപോലെ പേടിച്ചു. എന്താ ഉണ്ടായ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ഗാർഡിന്റെ സ്പീഡ് ബോട്ട് വന്നിട്ട്, നേവിയുടെ സ്പീഡ് ബോട്ട് വന്നിട്ട് ഇങ്ങനെ മസ്തി ചെയ്ത് നേരെ വന്നിങ്ങനെ ആ ആള് വിചാരിച്ച് ഇടിക്കത്തില്ലെന്ന്, പക്ഷെ നേരെ വന്ന് ഇടിച്ച് ബോട്ടില് ഹോളായെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ കുറച്ചും കൂടെ മുന്നിൽ പോയി. അന്നേരം ഇങ്ങനെ അനങ്ങി ബോട്ടിന്റെ ഒരു വശം ഇങ്ങനെ ചരിഞ്ഞു പോയി. ഇടിച്ചു വല്ലാതെ പേടിച്ചു പോയോ മോൻ? എന്നിട്ട് എങ്ങനെയാ നിങ്ങൾ രക്ഷപ്പെടുത്തിയത്? എന്നിട്ട് ഞാൻ ആദ്യം ഒരു ബോട്ടിൽ കയറി. ആ ബോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താഴുമായിരുന്നു. അന്നേരം വേറെ ബോട്ടിൽ കയറി. അവിടുന്ന് പിന്നെ ഞങ്ങളെ 10-15 മിനിറ്റ് ഞങ്ങള് ഏത് സ്ഥലത്തായിരുന്നു? എലിഫന്റ് കേവ്സ് പോവായിരുന്നല്ലോ. അവിടുന്ന് ഞങ്ങള് പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഞാൻ എത്തിയില്ല, വേറെ സ്ഥലത്ത് എത്തി. ചേച്ചി എന്താ സംഭവിച്ചത്? നിങ്ങൾ ആ പരിഭ്രമിച്ചു പോയോ ആ സമയത്ത്? എങ്ങനെയായിരുന്നു? ഞങ്ങൾ പേടിച്ചു. അവൻ വന്ന് ബോട്ട് കൊണ്ടുവന്ന് ഇടിച്ചപ്പോ കുറെ സ്പീഡിലായിരുന്നു അവൻ. അപ്പൊ ഇടിച്ചപ്പോ അവൻ തന്നെ തെറിച്ചോണ്ട് അവന്റെ കാലും മുറിഞ്ഞ് സെപ്പറേറ്റ് ആയിപ്പോയി. നമ്മുടെ ബോട്ടിൽ വന്ന് തെറിച്ചു വീണ അയാള്. മൊത്തം ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പൊ തന്നെ ഹോളായപ്പോ ഞാൻ സാമിനോട് പറഞ്ഞു, ഹസ്ബൻഡിനോട്, മീൻസ് അതിൽ ഹോളായിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇവന്മാര് ശ്രദ്ധിച്ചില്ല. അമ്മമാര് ബോട്ട് സ്പീഡിലോട്ട് മുന്നോട്ട് ഓടിച്ചോണ്ടിരുന്നു. അപ്പൊ ബോട്ട് ലാസ്റ്റില് കുറച്ചിങ്ങനെ താന്നു വന്നപ്പോ ലൈഫ് ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ലൈഫ് ജാക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ആരും പറഞ്ഞില്ല. ലാസ്റ്റ് മൊമെന്റിലാ പറഞ്ഞത് ബോട്ട് മുങ്ങാൻ തുടങ്ങിയപ്പോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിടിച്ച് മുകളിലോട്ട് കയറിയത്. എങ്ങനെ നിങ്ങൾ രണ്ട് വശത്തായിപ്പോയി, രണ്ട് വഴിക്കായിപ്പോയത്? ആദ്യം കൊച്ചുങ്ങളെ ഞങ്ങൾ എല്ലാവരും രക്ഷിപ്പിച്ചു. ഞങ്ങൾ ആദ്യം വിട്ടത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു, പേരെനിക്കറിയത്തില്ല. പിന്നെ ഒരു കർണാടകക്കാർ അങ്കിൾ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഒരു ആന്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും അത്ര മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു വശത്തേക്ക് എല്ലാവരും വേറെ വേറെ വശത്തേക്ക് എവിടെ പോയാലും അറിയത്തില്ല. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തതിലാണെന്നുണ്ട് വെള്ളം കുടിച്ചവരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതുപോലെ ആണെന്നുണ്ട് ആ ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിൽ വന്ന ആള് ആക്സിഡന്റ് ആയി ഞങ്ങളുടെ ബോട്ടെ തെറിച്ച് വീണായിരുന്നു. അവന് ആ പുള്ളി ഈ ഇഞ്ചുറി ആയതുകൊണ്ട് അവരെ അതിനനുസരിച്ച് സേഫ്റ്റി ഫസ്റ്റ് കൊടുത്തിലാണ് അങ്ങനെ പോയത്. പിന്നെ ഇപ്പൊ മനസ്സിലായി മകന്റെ കാര്യം? പിന്നെ അല്ല, ഓൾറെഡി നമ്മൾ ഇവിടെ കയറ്റിവിട്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എവിടെ പോയെന്നുള്ളത് അതറിയത്തില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് വരെ ഞാൻ അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചന്തിയെ. അപ്പൊ അവര് പറഞ്ഞു അവൻ സേഫാ, പേടിക്കണ്ട, കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു ഏത് സ്ഥലത്താ? അതവര് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഡോക്യാർഡിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ ലാസ്റ്റ് മൊമെന്റിൽ അവിടെ ഓഫീസർ പറഞ്ഞു അവൻ ഇവിടെ ഊരനിലാണ്. അങ്ങനെ പിന്നെ ആങ്ങളൊക്കെ അവിടെ പോലീസുകാർ ഫോൺ ചെയ്തോ എന്താ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇവൻ പോയി കൊണ്ടുവന്നത്. രാത്രിയാണോ? രാത്രിയായി. രാത്രി 2:30 കൊച്ചി വീട്ടിൽ വന്നു. മോന് മനസ്സിലായി ഇങ്ങനെ അമ്മയും അച്ഛനും അടുത്തില്ല? അവനറിയാം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ലൈവ് സംസാരിച്ചു, വീഡിയോ കോളിംഗ് സംസാരിച്ചു. ഫോൺ മൊത്തം ഡെഡായി. ഫോൺ ചെയ്യാനുള്ള സൗകര്യം പിന്നെ ഞങ്ങൾ എനിക്ക് നമ്പേഴ്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയൽ ചെയ്ത് വേറെ അവരോട് ചോദിച്ചു നമ്പർ ചോദിച്ച് കോൾ ചെയ്തു. മോൻ ആശുപത്രിയിൽ പറഞ്ഞോ ഡോക്ടർമാരോട് അമ്മയും അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞോ? ഇവൻ പറഞ്ഞ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞോട് മമ്മിയുടെ അടുത്ത് പോകണം. മലയാളത്തിൽ അവർക്ക് മലയാളത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായോ? ഹിന്ദി സംസാരം എങ്ങനെ പറഞ്ഞോട്? മോനെ അറിയാലോ, ഇവിടെ നിന്ന് പരിചയമുണ്ടല്ലോ അല്ലെ? ഹിന്ദി അറിയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ വല്ലാത്തൊരു അപകടം, വലിയൊരു അപകടമായി പോയി. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു ബോഡി, ലാസ്റ്റ് ഞങ്ങള് 4-5 പേരെ ഉള്ളായിരുന്നു. ഒരു ബോഡി പൊങ്ങി മോളിയില് സിനിമയ്ക്കകത്ത് കിടക്കുന്ന പോലെ ഒരു ബോഡി വന്നത് പൊങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് ലാസ്റ്റ് മറ്റു ബോട്ടുകൾ ഇതെല്ലാം കൂടെ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓളം അടിച്ച് ഞാൻ താന്നായിരുന്നു. പിന്നെ കമ്പിയെ ചവിട്ടി മേപ്പോട്ട്. പിന്നെ അതുപോലെ ഈ ബോട്ടിന്റെ ഓയിലും എല്ലാം ഇതുമ്പോ പുറത്തായി കഴിഞ്ഞാൽ ചെരുപ്പും ഇതെല്ലാം സ്ലിപ്പായിട്ട് നമുക്ക് ഇതും കിട്ടുന്നില്ല, പിടിക്കാനുള്ള ഒരു ഇതും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേവി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഇതായിരുന്നു.
മരിച്ചതിന് ശേഷം പതിയെ ഈ ബോട്ട് മുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടതിന് സാധ്യത കിട്ടി. പക്ഷെ അതിന് മീൻസ് പക്ഷെ 2-3 പേര് മരിച്ചു കേട്ടോ. ഒരു കൊച്ചു മരിച്ചു, ഒരു ലേഡി, ഒരു 13 പേരാ ഒരു അങ്കിള്, ഒരു ആന്റി, എന്നിട്ട് ഒരു കൊച്ചു മരിച്ചത്. കൊച്ചിനെ ഞാൻ കണ്ടില്ല. ഇതിൽ 2 ബോഡി ഉണ്ടായിരുന്നു. 2 ബോഡി ഉണ്ടായിരുന്നു. ബോഡി ഉണ്ടായിരുന്നു. 2 ബോഡി ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ബോഡിയുടെ തല മൊത്തം ഇവിടുന്ന് ഇങ്ങനെ കണ്ടിച്ചു പോയായിരുന്നു. കുറച്ച് ബോഡിയുടെ 5-8 ബോഡിയുടെ. നിങ്ങൾ ഈ നേരത്തെ മുംബൈയിലൊക്കെ താമസിച്ചിരുന്ന ആളുകളാണല്ലോ. അപ്പോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ ഇങ്ങനെ എലിഫന്റ് കേവ് അങ്ങനെ യാത്ര പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ഇവര് പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ ഞങ്ങൾ ഇന്നലെ പോയതാ കറങ്ങാൻ.